അങ്ങനെ ഇത്തവണത്തെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ, അതായത് ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ ISLൽ എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ കപ്പടിക്കാൻ എന്നുള്ളതാണ്. കപ്പടിക്കുമെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ കപ്പടിക്കത്തില്ലെന്ന് പറയും. കാരണം ഈ സാഹചര്യത്തിന് മുമ്പ് ഈ വിദേശ താരങ്ങളെ സൈൻ ചെയ്യുന്ന സമയത്ത് ഞാൻ വരെ വിചാരിച്ചു, ഞാൻ മാത്രമല്ലായിരിക്കും പല ആരാധകരും വിചാരിച്ച് കാണും, ബ്ലാസ്റ്റേഴ്സ് ഇനി വേറെ താരങ്ങളെ ഒന്നും ഒഴിവാക്കത്തില്ല എന്നുള്ളത്. നോക്കാൻ നേരത്ത് ഡൊമസ്റ്റിക് പ്ലേയേഴ്സിനെ, ഒരുപാട് നല്ല പ്ലേയേഴ്സിനെ മേടിച്ചിട്ട് ഇറക്കാത്ത പ്ലേയേഴ്സിനെ വരെ ഒഴിവാക്കി. അത് പറയുന്നത് ഐമൻ, അതുപോലെ തന്നെ അസർ, അമേറാണ് അവിടെ തുടങ്ങിയ താരങ്ങൾ. അതുപോലെ തന്നെ നോറ ഫെർണാണ്ടസിനെ പുറത്താക്കി ബ്ലാസ്റ്റേഴ്സ്. ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷ മതി എന്ന് തന്നെ നമുക്ക് തോന്നി. കാരണം ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനെയാണ് പണ്ടേ, അതിൽ വേറൊരു മാറ്റവും തന്നില്ല. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രതീക്ഷ വെച്ച് നോക്കാൻ നേരത്താണെങ്കിൽ ആദ്യ മത്സരം മോഹൻ ബഗാൻ സൂപ്പർ ജയന്റുമായിട്ട്. മോഹൻ ബഗാൻ മുൻ ചാമ്പ്യന്മാരാണ്, ISL കപ്പും ഷീൽഡൊക്കെ നേടിയിട്ടുണ്ട്. പക്ഷെ ഇത്തവണത്തെ ഫോർമാറ്റിൽ ചേഞ്ച് ഉണ്ട്. ആദ്യത്തെ ഒന്നാം സ്ഥാനം നിൽക്കുന്നവർ മാത്രമേ കിരീടത്തിലേക്ക് പോകൂ. അപ്പോൾ കേരളയുടെ ആദ്യത്തെ 2 മത്സരങ്ങളായിരിക്കും ആരാധകർ കൂടുതലും ഉറ്റുനോക്കുന്നത്. കാരണം ബ്ലാസ്റ്റേഴ്സ് ആദ്യത്തെ 2 മത്സരം വിജയിച്ച് കയറി 6 പോയിന്റോടെ മികച്ചൊരു സ്റ്റാർട്ട് കിട്ടും ബ്ലാസ്റ്റേഴ്സിന്. അപ്പോൾ ആദ്യത്തെ 2 മത്സരം അത്യാവശ്യം കടുകട്ടിയാണ്. ആദ്യത്തെ മത്സരം എന്ന് പറയുന്നത് മോഹൻ ബഗാനുമായിട്ട് അരങ്ങേറ്റ മത്സരം, ISL തുടങ്ങാത്ത ആദ്യത്തെ മത്സരം കേരള മോഹൻ ബഗാനും. അത് കഴിഞ്ഞിട്ടാണ് മുംബൈ സിറ്റിയുമായിട്ടുള്ള മത്സരം. ഈ 2 മത്സരവും വിജയിച്ച് കയറി ഒരു പ്രകടനം കാഴ്ചവെച്ചാൽ ഓക്കെ, ബ്ലാസ്റ്റേഴ്സിന് പ്രതീക്ഷകളുണ്ട്. പക്ഷേ ബ്ലാസ്റ്റേഴ്സ് മികച്ച താരങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ 5 വിദേശ താരങ്ങൾ പുതുതായിട്ട് എത്തിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. മോർലോൺ, ആ ടൈമിൽ മോർലോണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ് മിഡ്ഫീൽഡായിട്ട് മത്തിയസ് ഹെർണാണ്ടസ്, പിന്നെ സ്പെയിനിന് വെക്ടറിനെ കൊണ്ടുവന്നു, സ്പെയിൻ സ്ട്രൈക്കറിനെ. പിന്നെ കെവിൻ ഹുക്കിനെ കൊണ്ടുവന്നു, വിങ്ങർ, ലെഫ്റ്റ് വിങ്ങർ, റൈറ്റ് വിങ്ങറിലൊക്കെ കളിക്കാൻ പറ്റിയ കെവിൻ ഹുക്ക്. അതുപോലെ തന്നെ പുതിയൊരു സെൻട്രൽ ബാക്കിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പിടി നല്ല നല്ല വിദേശ സൈനിങ് എത്തിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സ്. എന്നാലും ഇന്ത്യൻ താരങ്ങളുടെ സലാഹുദ്ദീനെ കൊണ്ടുവന്നു മോഹൻ ബഗാനിന്ന്. പിന്നെ ഡാനിയലിനെ കൊണ്ടുവന്നു, സ്ട്രൈക്കർ, അറ്റക്കൊക്കെ അടിക്കുകയാണ് ഐസ്വാളിന് വേണ്ടി. എന്തായാലും മികച്ച കുറച്ച് 2-3 അഡീഷൻസും ഉണ്ട്. പിന്നെ വിദേശ താരങ്ങൾ 5 വിദേശ താരങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ ഇത്രയൊക്കെയാണ്. ബ്ലാസ്റ്റേഴ്സ് മികച്ച രൂപത്തിൽ ആദ്യത്തെ 2 കളി ജയിച്ചാൽ കൂടുതൽ പ്രതീക്ഷിക്കാം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത്. കാരണം 2 കിടിലൻ മത്സരങ്ങളാണ്. ആദ്യത്തെ മത്സരം വിജയിച്ച് കയറണം, എന്നിട്ടല്ലേ രണ്ടാമത്തെ മത്സരം. എന്നാലും ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.